അവല് വിളയിച്ചതിനെ പറ്റി അപ്പയ്ക്ക് എന്താണ് അഭിപ്രായം? അമ്മ ഇത് കേട്ടോ പറയണമല്ലോ, ഭാഗ്യം കേക്കാതെ. അതുകൊണ്ട് കേൾക്കുന്നില്ല. അതെന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളിൽ ഒരു അനുഭവമാണത് ഷെയർ ചെയ്ത. ഇപ്പൊ നമുക്ക് ഇതൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തഴമ്പാ. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ കിട്ടുമ്പോ അമൃത. അപ്പയ്ക്ക് കഴിക്കാൻ ഒരു മധുരം അതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ കൊണ്ടുവന്നേ കവറില്. മധുരോ? അമ്മേനെ നമുക്ക് പഠിപ്പിക്കാൻ മേലാ. മാർപ്പാപ്പയെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കുന്ന. അപ്പൊ ഇന്ന് എന്നെ ഷോപ്പിംഗ് വീക്കെൻഡ് ആയിട്ടാ. നോക്കട്ടെ, അല്ലാണ്ട് തീറ്റ സാധനമാണോ വെക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. നോക്കട്ടെ, നല്ല മണവും മറ്റോ വന്നുണ്ടല്ലോ. കവറോ? ഫുഡ് കവർ. ആ അതെ, ആപ്പിള് മുന്തിരിക്കൊക്കെ ഉണ്ട്. പതിവില്ലാത്ത കാഴ്ചകളൊക്കെ ഉണ്ട്. അത് ഓരോന്നേ ഉള്ളു. ഞാൻ ഇല്ല അതല്ല ഇലയാ. ഞാൻ സ്വല്പം മതി എന്ന് പറഞ്ഞ കസ്റ്റർഡ് ഉണ്ടാക്കാൻ. ഏത്തപ്പഴം ഇരിപ്പുണ്ട്, മാംഗോ കസ്റ്റർഡ് ഉണ്ടാക്കാം. നിനക്ക് കഴിക്കാൻ വൈകുന്നേരത്തേക്കുള്ളൂ. ഓ, ഇന്ന് പതിവില്ലാത്ത പലതും ആണല്ലോ. ഇതിലിരിപ്പുണ്ട്. ഇത് വേണമെങ്കിൽ അപ്പ ചെറുപഴ അരിഞ്ഞിട്ട് എടുത്തോളും. ഞാൻ കഴിച്ചതാ. മധുരായ കൊണ്ട് ഞാൻ അധികം കഴിക്കാറില്ല. ഇത് ഏത്തപ്പഴം പുഴുങ്ങിയത് കുഴച്ച് കഴിക്കുക. അവല് വിളയിച്ചപ്പോ കുറച്ച് അധികം എള്ളിടായിരുന്നു പണ്ട് നമ്മൾ ഉണ്ടാക്കിയപ്പോ. ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. ഇത് നെയ്യിൽ വെറുതെ ഇച്ചിരി നെയ്യും ഏലക്ക ചതച്ചത് മാത്രമേ ചേർക്കൂ. സിമ്പിൾ ആയിട്ടുള്ളത്. അതെ അതെ അതെ, അതുകൊണ്ടാട്ടോ. എന്റെ അൺബോക്സിങ്ങും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അത് പിന്നെ ചെയ്യാൻ. ഇതിന്റെ കൂടെ തേങ്ങാക്കൊത്ത, എള്ള, കാഷ്യൂ, കിസ്മിസ്, ഉഴുന്നുപരിപ്പ് ഇത്രയും നെയ്യിൽ മൂപ്പിച്ചിട്ടാ. അപ്പൊ എന്തായാലും നമുക്കൊന്ന് കഴിക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. പിന്നെ മധുരമൊക്കെ ആണല്ലോ. ഇത് ഇഷ്ടമില്ലാത്തവര് പിന്നെ ആരാ ഉള്ളത്? അപ്പൊ ഞാൻ പഴം കുഴയ്ക്കാനായിട്ട് ഫോർക്കാണ് എടുക്കണേ. കാരണം ഈ നഖത്തിന്റെ ഇടയിലൊക്കെ കയറിപ്പോവും. എനിക്കത് ഇഷ്ടമല്ല. ദേ വളരെ ഈസി ആയിട്ടോ ഇത് കുഴയ്ക്കാനായിട്ട്. വേണമെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് കുഴയ്ക്കാം, ബുദ്ധിമുട്ടുള്ളവർക്ക്. ഭയങ്കര ഈസിയാ ഫോർക്ക് വെച്ചിട്ട് ഇത് കുഴയ്ക്കാൻ. ഇങ്ങനെ അങ്ങ് കുഴച്ചാൽ മതി. വളരെ ഈസിയാ. അമ്മ കട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. വേണ്ട വേണ്ട, ഇതിൻ്റെ ഒരു പ്രത്യേക മണം. പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് നെയ്യൊക്കെ ഇട്ടിട്ടുണ്ട് ഇത്തവണ. നെയ്യ് അല്ലെങ്കിൽ ഇടാറുണ്ടെന്നാട്ടോ അമ്മ പറഞ്ഞേ. പക്ഷെ നെയ്യുടെ നല്ല രുചിയുണ്ട് കേട്ടോ. വെറുതെ അല്ല അപ്പൊ ഇത് കേമനാന്ന് പറഞ്ഞത്. ഇതങ്ങ് എടുക്കുക. ഇനി അങ്ങ് കഴിക്കുക. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പയും പറയുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ടെന്ന്. നെയ്യുടെ ഒക്കെ നല്ല രുചിയുണ്ട്. ഏത്തപ്പഴം പുഴുങ്ങിയതാണ് ബെസ്റ്റ് കോമ്പിനേഷൻ. ഏത്തപ്പഴം പുഴുങ്ങിയതാ ബെസ്റ്റ്. എന്നെ അവല് വിളയിക്കാൻ വൃത്തിയായിട്ട് അവല് വിളയിക്കാൻ പഠിപ്പിച്ചത് എന്റെ അമ്മായിയാ. കോട്ടപ്പടിയിലെ അമ്മായി, എന്റെ ഇളയ അമ്മായി. ഞാൻ ഹോസ്റ്റലിൽ 5 വർഷം താമസിക്കുമ്പോഴും അമ്മായി ഇടയ്ക്ക് എന്നെ വിസിറ്റിന് വരും. വിസിറ്റിന് വരുമ്പോ പെടലിയായിട്ട് ഏത്തപ്പഴം അല്ലെങ്കിൽ ഞാലിപ്പൂവമ്പഴം, കൂടെ പ്ലാസ്റ്റിക് ഡബ്ബകളിൽ, വലിയ വലിയ ഡബ്ബകളിൽ അവല് വിളയിച്ചത്, പിന്നെ കടലമാവിന്റെ നുറുക്ക, നെയ്യപ്പം, പിന്നെ വേറെ 2 സാധനം കൂടെ കൊണ്ടുവരാം. ഞാൻ ഓർമ്മയിൽ പറയാൻ കേട്ടോ. അങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് വരും. എന്നിട്ട് ഉച്ചയ്ക്ക് വരും. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കോളേജിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് വന്ന സമയം നോക്കി വന്നേച്ച വൈകുന്നേരം ആകുമ്പോൾ ഈ പൊതി കഴിക്കുമ്പോൾ ആദ്യം റൂംമേറ്റ്സ് ഒരു ഷൈനി ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഞാൻ പ്രീ ഡിഗ്രി, അന്നേരം ആ ചേച്ചി ഡിഗ്രി, എപ്പോഴും ചോദിക്കും ഇന്ന് കോട്ടപ്പടിയിലെ അമ്മായിയാ വന്നല്ലേ. കാരണം അവല് വിളയിച്ചതും നുറുക്കും സ്പെഷ്യാലിറ്റിയാണ് നെയ്യപ്പം. പിന്നെ പെടലിയായിട്ടുള്ള ഞാലിപ്പൂവിനും പെടലിയായിട്ടുള്ള ഏത്തപ്പഴം. അത് എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളിൽ ഒരു അനുഭവമാണത് ഷെയർ ചെയ്തത്. അന്നത്തെ കാലഘട്ടം 80 to 86 കാലഘട്ടം. ഓക്കെ, അമ്മ ചായ ഉണ്ടാവല്ലോ, കാപ്പി ഉണ്ടാക്കണതിന്റെ ഇടയിൽ ഓടി വന്ന് പറഞ്ഞതാണ്. ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ടത്തെ ഇതുപോലെയുള്ള ഓർമ്മകൾ എപ്പോഴും ഭയങ്കര നൊസ്റ്റാൾജിയാണല്ലോ. അപ്പോൾ ഇതിനൊരു പ്രത്യേക സ്വാദുണ്ട് കേട്ടോ. നെയ്യൊക്കെ നല്ലോണം അമ്മ ഇത്തോണ അങ്ങ് ചേർത്തു. അമ്മായി നല്ല അടിപൊളിയായിട്ട് ഇടുവായിരുന്നു. അവിടെ പശുവറവ് ഇവിടത്തെ പോലെ പശുവും പരിപാടി ഉണ്ടായിരുന്നോണ്ട് അതിൻ്റെ എപ്പോഴും ഉണ്ടാവും പശുവും നെയ്യ പരിപാടി. അങ്ങനെ അപ്പം നല്ല വൃത്തിയായിട്ട്
നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു അവല് വിളയിച്ചത് കാണിക്കാൻ. നമ്മൾ ഇതിനു മുമ്പ് പലതവണ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും കാണിക്കാത്ത. അപ്പൊ ലിങ്ക് വേണമെങ്കിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ ഇട്ട് തരാം കേട്ടോ. ഇഷ്ടംപോലെ ചെയ്യണതാട്ടോ വൈകുന്നേരങ്ങളില്. 1, 2, 3 പ്രാവശ്യം ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെ, അതിലെല്ലാ സാധനങ്ങളും ചേർത്തായിട്ടാക്കണം. ഇതിൽ ഞാൻ തട്ടിക്കൂട്ടാം. പക്ഷെ സ്റ്റിൽ നല്ല രുചിയുണ്ട്. അപ്പക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പൊ കഴിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ അവലിന്റെ ഉറവിട ഏതാണെന്നറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ വർഷം കൊയ്ത് കഴിഞ്ഞ് അവലിടിപ്പിച്ച് എന്റെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് തന്ന അവല് ഞാനത് വറുത്ത ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്നത്. ഇതുവരെയായിട്ട് അത് കേടായില്ല. ഇനി ഇപ്പൊ കൃഷി ഇറക്കി കതിര് ആയി തുടങ്ങി. ഏപ്രിൽ ആകുമ്പോഴത്തേക്കും കൊയ്യും അവിടെ. അപ്പൊ 1 വർഷത്തോളം പഴക്കമുള്ള ഇടിച്ച് മില്ലിൽ കൊണ്ട് ഇടിപ്പിച്ച് അവലെ വറുത്ത് വെച്ചു, പാറ്റി പറക്കി വെച്ചു. അപ്പൊ കേടാവാതിരുന്നു. അപ്പൊ ഫോർക്ക് കൊണ്ട് ഇത് കഴിക്കാൻ നിങ്ങളും ഒന്ന് പരിശീലിച്ച് നോക്കുക. ദിസ് ഇസ് വെരി കൺവീനിയൻറ്റ്. കൈ കൊണ്ട് ഒന്നും കുഴക്കേണ്ട ആവശ്യമില്ല. നഖത്തിന്റെ ഇടയിലൊക്കെ കയറി കഴിഞ്ഞാൽ അതൊന്നും ഒരു സുഖം ഉണ്ടാവില്ല. അതിപ്പോ നഖം ഇല്ലെങ്കിലും തീരെ നഖം ഇല്ലെങ്കിലും നമുക്ക് ഇടയിലൊന്ന് കയറാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവും. അതൊന്നും ഉണ്ടാവില്ല. ആഹാര സാധനം അങ്ങനെ കയറണ ഭയങ്കര ഒരു സുഖമില്ലാത്ത പരിപാടിയാണ്. നല്ല കുഞ്ഞവല. നല്ല ഡെലീഷ്യസ് ആണ് കേട്ടോ. ഇത് കഴിക്കട്ടെ. അപ്പൊ ഏത്തപ്പഴം പുഴുങ്ങിയതെടുക്കണ്ടോ? ഒരു ഹാഫ് ഇരിപ്പുണ്ട്. ഞാനൊരു ഹാഫ് തിന്നു. അവല് വിളയിച്ചതിനെ പറ്റി അപ്പയ്ക്ക് എന്താണ് അഭിപ്രായം? നല്ല നെയ്യുടെ ഒക്കെ നല്ല രുചിയുണ്ട്. കാപ്പിയായിട്ട് എത്തിയല്ലോ. എനിക്ക് ഇപ്പൊ നമുക്ക് ഇതൊക്കെ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി തഴമ്പാ. പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതൊക്കെ കിട്ടുമ്പോ അമൃത. അന്ന് പിള്ളേർക്കൊക്കെ ഭയങ്കര കമ്പാ. കോട്ടപ്പടിയിൽ അമ്മാനെ നോക്കിയിരിക്കുന്നവരുണ്ട് അവിടെ. നുറുക്കും ഇതും നെയ്യപ്പോ. ഈ അവല് വിളയിച്ച് കേടാവാത്തോണ്ട് കുറെ അധികം കാണും. ഒയ്യോ എന്തൊരു ഹരാണ്. അവല് വിളയിച്ചത് മര്യാദക്ക് അമ്മായി അവിടെ കൊണ്ടുവന്നെ അവല് വിളയിച്ച് ഒരാഴ്ച ഇരിക്കുമായിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ തേങ്ങയുടെ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കും. ഇതിപ്പോ ഞാൻ അത്രയൊന്നും വറ്റിച്ചില്ല. 2 ദിവസത്തേക്കുള്ള ഇന്നലെ ഉണ്ടാക്കിയതല്ലേ. ഇന്നലെ ഇന്നും കൊണ്ട് പരിപാടി തീർന്നു. നന്നായിട്ട് വെള്ളം വറ്റിച്ച് എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച ഇരിക്കും. പിന്നെ ശർക്കര പാനിയല്ലേ. അപ്പൊ അങ്ങനെ അപ്പൊ ഇത് അരിയുന്നത് വേറെ ആർക്കും സാധിക്കില്ല കേട്ടോ. അത് റീപ്ലേസ്മെന്റ് വേറെ ആരുമില്ല. ഒറ്റയ്ക്ക് മാത്രം. ക്ഷമ കുരാന്നാണ് അരിയണേ. എന്നോട് പറഞ്ഞു കേട്ടോ, നാരങ്ങാക്കറി വെക്കുമ്പോ ഇല്ലേ ഈ നാരങ്ങയുടെ വലിപ്പം ഇത്രയും സ്ലൈസ് ഇത്രയും ആക്കണ്ട, കുറച്ചുകൂടി ചെറുതാക്കണം. ഇനി നാരങ്ങാക്കറി വെക്കുമ്പോ പറഞ്ഞാൽ അപ്പ ഒന്ന് അരിഞ്ഞു കാണിക്കാം. അപ്പക്ക് കഴിക്കാൻ ഒരു മധുരം അതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ കൊണ്ടുവന്ന കവറില് ഞാൻ കൊണ്ടുവന്ന കവറിലുണ്ട്. നോക്കാം. ഞാൻ കാപ്പി കുടിക്കട്ടെ കേട്ടോ. ഏറ്റവും ചെറുതായിട്ട് അരിഞ്ഞാൽ അത്രയും രുചിയാണ്. അമ്മേനെ ഒന്ന് പഠിപ്പിക്കാൻ മേലാ. മാർപ്പാപ്പയെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ട കാര്യമാണ്. അമ്മ ഇത് കേട്ടോ പറയണമല്ലോ. ഭാഗ്യം കേക്കാതെ. അതുകൊണ്ട് കേൾക്കുന്നില്ല. അപ്പടയില് പഴം കുരു ഞാനായില്ലേ വഴറ്റിന്ന് മറ്റേ അവല് വിളയിച്ചേച്ച് ഇന്നലെ കഴിച്ചു. ഇന്നലെ വിളയിച്ചതായതാ. കഴിച്ചേച്ച് ബാക്കിയുള്ളത് ഈ ചോറ്റുപാത്രത്തിൽ അടച്ച് വറുത്തയിൽ വെച്ചിരുന്ന. കുപ്പിയിലൊന്നും ആക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇത്രയല്ലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിൽ തന്നെ അപ്പ കഴിച്ചോളാന്ന് പറഞ്ഞ് പാത്രം മാറ്റണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നിന്റെ കാപ്പി. അപ്പയുടെ കാപ്പി തണക്കാതെ ഞാൻ അവിടെ വെച്ചേക്കുക. കഴിച്ചു കഴിയുമ്പോഴത്തോണ്ട് വരാം. കാണുമ്പോ തന്നെ വായിൽ വെള്ളം വരും. പ്രാണി വീഴും കാപ്പിയിൽ. അത് സാരമില്ല. പ്രാണികൾ കുടിക്കാനാണോ? ഇപ്പൊ പ്രാണി ഇവിടെ കൂടിയിട്ടുണ്ടല്ലോ. വേനൽക്കാലം പ്രാണികളുടെ അതെ.
ഒരുപാട് പണിയുണ്ട്. ഇല്ല, നെയ്യാണ് അതിന്റെ ഹൈലൈറ്റ്. അതെ 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 അതെ. ദേ അടുക്കളയെന്ന് നോക്കുമ്പോ നമുക്ക് നല്ല മൂൺ കാണാലോ. വെന്റിലേഷനിൽ കൂടെ പക്കാ റൗണ്ട് ആണോ? പക്കാ റൗണ്ട് ആയിട്ടുണ്ട്. ഞാനെന്റെ വാവിന്റെ ആയിന്ന് എനിക്ക് തോന്നണം. ഇന്ന് ഫെബ്രുവരി 23 ആട്ടോ. അപ്പൊ നിങ്ങൾ തന്നെ പറ എന്താ സംഭവം. കലണ്ടറിൽ നോക്കിയാൽ ഫുൾ മൂൺ ശരിക്കും ആയിട്ടില്ല തോന്നുന്നു കേട്ടോ. നല്ല രസം കാണാം. ആ കാണാൻ നല്ല ശേലുണ്ട്. ഫുള്ള് റൗണ്ട് ആയിട്ടില്ല. കണ്ട പതിവ് കഞ്ഞി, നോമ്പ് കഞ്ഞി. കഞ്ഞിയല്ല, ഉം. അച്ചിങ്ങേത്. ആണോ? ആ അച്ചിങ്ങയുടെ മണം വന്ന് തുടങ്ങി. ശരിയാ. ചൂടല്ലേ? മാലയെല്ലാം ഊരി കുളിച്ചിട്ടില്ല. നാളത്തിന് പോകുന്നതുകൊണ്ട് കുളിച്ചില്ല. മറ്റേ 6 മണിയാകുമ്പോഴത്തേക്കും കുളിക്കണം. ആ ചൂടെന്ന് വെച്ചാൽ അന്യായ ചൂട്. അപ്പൊ മണി 7:40. അതെ 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 7:40. അപ്പൊ ഇന്ന് എന്നാ ഷോപ്പിംഗ് വീക്കെൻഡ് ആയിട്ട് നോക്കട്ടെ. ഗുഡ്വില്ലിന്റെ കവറാ, പക്ഷെ അതിൽ അല്ലാന്ന് എനിക്കറിയാം. കാരണം ഷോപ്പിംഗ് നടത്തുമ്പോൾ കുറച്ച് കവറുകൾ ഇവിടുന്ന് സ്റ്റോർ ചെയ്ത് കൊണ്ടുപോയി അവിടെ വെച്ചിട്ടില്ലേ. അപ്പൊ അതിൽ ചിലപ്പോൾ ശീമാറ്റിയുടെ കവറായിരിക്കും, ചിലപ്പോൾ ജയലക്ഷ്മി ആയിരിക്കും, ചിലപ്പോൾ ഗുഡ്വില്ലായിരിക്കും, ചിലപ്പോൾ ഇതൊന്നുമല്ല സെൻട്രൽ മാളിൽ നിന്ന് മേടിച്ചേക്കണ സഞ്ചി, അതിലേതെങ്കിലും ആയിരിക്കും. അപ്പൊ എന്നാന്നറിയാൻ ആകാംക്ഷയോട് കൂടി ആരും തുറക്കാം. പറഞ്ഞു നിക്കണ്ട, എന്നാന്ന് നോക്കാം. നോക്കട്ടെ. അതിന് തീറ്റ സാധനമാണോ കണ്ണാടി വെക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല. നോക്കട്ടെ. റിഫൈൻഡ് ഫ്ലോർ ചന്ന ദാൽ. അതോ അതിന്റെ ഇൻഗ്രീഡിയൻസാ? പേര് ലുലു എന്നാണ്. നോക്കട്ടെ കേട്ടോ. തോറ്റെങ്കിൽ ഞാൻ പറയാം. അല്ലല്ല നോക്കൂല അങ്ങനെ. പായസം ബോളി. ഈ ബോളി ഞാൻ ഈ ബോളി കഴിച്ചിട്ടില്ല. ഇഷ്ടം പോലെ പേര് യൂട്യൂബേഴ്സ് ഇതിൽ കാണിക്കണ തിരുവനന്തപുരംകാരുടെയാന്ന് തോന്നുന്നു. പായസമാണോ? അതെ അതെ. ഇത് ഒരെണ്ണം അടപ്രഥമൻ, ഒരെണ്ണം പാലട. അത് ഒഴിച്ചു വേണം ബോളി കഴിക്കാൻ. അതിനു വേണ്ടി മേടിച്ചതാ. ഒരു സെറ്റ് ആയിട്ട് അവിടെ ഇരിക്കണതാ. 148 rupees. 149. 149. ഓ, 2 തരം പായസം ഉണ്ട്. അതെ 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 അതെ. ഇതിപ്പോ ഒരേ ബോക്സിൽ ഇങ്ങനെ വെച്ചിരിക്കും. ഒരു ബോക്സ് ആയിട്ട് ഇരിക്കണ. അപ്പൊ അത് ഒഴിച്ച് ബോളി കഴിക്കണം. അങ്ങനെ 2 ബോളിയാണോ പോലും ഇത്? അത് എത്ര അറിയില്ല. പൊട്ടിക്കുമ്പോ കാണിക്കാം. അപ്പൊ ഇതാണ് ഒരൈറ്റം. നമുക്കതൊരു പുതിയ അനുഭവമായിരിക്കും. ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഈ അവല് ഇതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ആരും കഴിക്കാൻ സാധ്യതയില്ല. ഇത് ഇപ്പൊ തന്നെ കയ്യോടെ ഫ്രിഡ്ജിട്ട് വെക്കാം. അല്ലെങ്കിൽ ചിലപ്പോ കേടായി പോയാൽ നാളെ എടുത്ത് കഴിക്കുമ്പോ കാണിക്കാം. ഓക്കെ. അപ്പയ്ക്ക് അത് ഇഷ്ടപ്പെടും. ബോളി ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സ് ബോളി കഴിക്കുന്നതിൽ കാണാറുണ്ട്. ഒതുക്കി വെച്ചു വരട്ടെ. ഫ്രിഡ്ജില് സ്ഥലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. വീണ്ടും പലരും. അതാണ് ഇവിടത്തെ വീക്കെൻഡ് ആയാലും. അമ്മയ്ക്ക് ഫ്രിഡ്ജ് വെടിപ്പായിരിക്കണം. ഈ ക്ലീൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച മുതൽ വരെയും ഫ്രിഡ്ജ് നല്ല ക്ലീൻ ആയിരിക്കും. ആവശ്യമുള്ള കറികൾ ഇപ്പയും വെജിറ്റേറിയൻ ആയതുകൊണ്ട് കറികൾ ഇച്ചിരി ഉണ്ടാവും. ഉലർത്തേറിയൊക്കെ 2 നേരത്തേക്ക് ഉണ്ടാവും. അപ്പൊ കോരി ബൗളിൽ അടച്ചു വെക്കണമെന്നുണ്ടാവും. പിന്നെ തൈര്, ഉറ അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. പിന്നെ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കാണും. കുറച്ച് പൊടികൾ അങ്ങനെയൊക്കെ സൈഡിൽ ഇരിക്കുന്നത്. വെജിറ്റബിൾ ട്രേയിൽ എപ്പോഴും വെജിറ്റബിൾ ഉണ്ടാവും. ഫ്രീസറിൽ തേങ്ങാ ചിരണ്ടിയതും പാലും ഉണ്ടാവുള്ളൂ. പിന്നെ ഗ്രീൻ പീസ് നിന്റെ ഇരിപ്പുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. വെള്ളിയാഴ്ച ആയി കഴിഞ്ഞാ ഞാൻ പറയണില്ല. അതെ, നമ്മുടെ പ്രധാന ഷൂട്ട് നടക്കുന്നത് വീക്കെൻഡിലല്ലേ. അതുകൊണ്ട് അന്നേരം ഒരുപാട് സംഗതികൾ ഉണ്ടാവും. അപ്പൊ ഓരോന്നും എടുക്കാതിരിക്കുന്നു. ഇത് നിന്റെ ഫേവറേറ്റ്. ഇതെന്തിനാ ഞാൻ മേടിച്ചതെന്നറിയോ? ഇതിന്റെ കൂടെ ഒരു സാധനവും കൂടെ ഉണ്ട്. ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ. ഇത് ചോക്ലേറ്റിൽ മുക്കി കഴിക്കണം. നല്ല രസമായിരിക്കും പറയണത്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് പക്ഷെ ചെറിയ സ്ട്രോബെറി ആട്ടോ. ഇത് 74 rupees. ഇന്നാളും കൊണ്ടുവന്നു വലിയ സ്ട്രോബെറി ആയിരുന്നു. ഇതിലും വലുതായിരുന്നു. വലിയ ബോക്സ്. അതിന് 134 രൂപ. ഇതിന് 74 രൂപയുള്ളൂ. ചെറിയ സ്ട്രോബെറിയാണ്. ഇത് മതിയല്ലോ ഇതിന് വേണ്ടി. അത് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല രസമായിരിക്കും. ഫേവറേറ്റ് ചീസ്. ഇതിന് 129 രൂപയുള്ളൂ. അതുകൊണ്ട് 200 ഗ്രാമിന്റെ അങ്ങ് എടുത്തു. അതിന്റെ കണ്ടെയ്നറിൽ തന്നെ അത് എടുത്ത് വെക്കാം. ഓഫറിൽ കിടക്കണതാ. മനസ്സിലായി. അതിലേക്ക് തന്നെ വെച്ചേക്കാം. അതെ അതെ അതെ. ഇത് പനീറായിരിക്കും. 2 പാക്കറ്റ് ഉണ്ട്. അതും അമൂൽ പനീറാണ്. സ്ലൈസ്ഡ് പനീർ. പനീർ ചുമ്മാ ഫ്രിഡ്ജിൽ വെക്കുമല്ലേ? അതെ അതെ. കാര്യം ചെയ്യാം. ഈ പനീർ ഇപ്പൊ ഇന്ന് എടുക്കണില്ലല്ലോ. ഇല്ല. ഡീപ് ഫ്രീസറിലേക്ക് വെക്കാം. എന്നിട്ട് നാളെ എടുക്കണതിന് മുമ്പ് നമുക്ക് പുറത്തേക്ക് ഇങ്ങോട്ട് എടുക്കണം.
ഇതാ ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത് കഴിക്കാൻ ഡബിൾ ബോയിൽ ചെയ്തിട്ടെ അതിന് വേണ്ടി മേടിച്ചതാ. അങ്ങനെയാണ്. അപ്പൊ ലുലു ഷോപ്പിംഗ് ആണോ ഇത്? അതെ 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 അതെ. അത് ഞാലിപ്പൂവനാ നമുക്ക് സ്മൂത്തി ഉണ്ടാക്കാൻ. ഇവിടെ ഞാലിപ്പൂവൻ തീർന്നിരിക്കല്ലേ. അടുത്ത് പാളയംകുടം വന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം ചെയ്യാം. പിന്നെ കസ്റ്റാർഡൊക്കെ ഉണ്ടാക്കുമ്പോ അരിഞ്ഞിടാൻ ഞാലിപ്പൂവനാ അപ്പൊ തന്നെ ചെയ്യാം. ചെയ്ത് ശരിയാക്കിയാ പിന്നെ പരിപാടി കുഴപ്പമില്ല. പിച്ചി കീറി അതിലേലും വെക്കാതെ. അപ്പൊ ഇപ്പൊ ഞാലിപ്പൂ എന്ന് പറയുമ്പോ ഞാലിപ്പൂ മേടിച്ചോണ്ട് വന്നോന്ന് ഉടനെ ചോദിക്കും. അത് നമുക്ക് ഇവിടെ ഉള്ളോണ്ടാ. നമുക്കിവിടെ ധാരാളം ഉണ്ടായിരുന്നു കേട്ടോ, പക്ഷെ ഇപ്പൊ കഴിഞ്ഞു. ഇനി കൊലക്കണം. കുറച്ച് പാളയംകുടം കൊലക്കാനുണ്ട്. വേറെ കൊലയാവണം. ഇവിടെ കണ്ണനൊക്കെ ഇരിക്കണേ. കണ്ണനുണ്ട്. അത് ഭയങ്കര എനിക്ക് അത് അത്ര ഇഷ്ടമല്ല. കണ്ണനും പാളയം അതിനൊരു മണുമണുപ്പ. കണ്ണനും ഇഷ്ടമല്ല പാളയംകുടം. പിന്നെ ഞാൻ പുട്ടിനും പിന്നെ ഉപ്പുമാവിനും കുഴയ്ക്കാൻ നല്ലതാണ് വാട്ടർ കണ്ടന്റ് ഉള്ളത്. പക്ഷെ എനിക്ക് ടേസ്റ്റ് വൈസ് ഏറ്റവും ഇഷ്ടം ഞാലിപ്പൂവിനും ഏറ്റവും ഇഷ്ടം പൂവൻ. അത് കഴിഞ്ഞ് ഞാലിപ്പൂവിനും എത്തി. തിരുമറിയിൽ അത് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അവിടെ ഈ നാടൻ ഐറ്റംസ് ഉണ്ടല്ലോ. അപ്പൊ ഇത് പഴവട്ടിയിൽ വെച്ചേക്കാം കേട്ടോ. ഇന്നത്തെ ഷോപ്പിംഗ്. ആർ യു ഹാപ്പി? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പലതിനും കുക്കിങ്ങിനും പലതിനും ആവശ്യമുള്ള സാധനങ്ങളല്ലേ. ഈ സാധനം പിന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. മധുര ആയതുകൊണ്ട് എന്നാലും ടേസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല. അപ്പൊ ഇനി നമുക്ക് ഓരോ സംഗതികളും എടുത്ത് വെച്ചേക്കാം. ഓക്കെ, ബൈ ബൈ. പച്ചക്കാണോ 115 രൂപ? പച്ചക്കായായിട്ട് 10 കാ അപ്പ രഞ്ജിച്ചേട്ടന്റെ കടയിൽ നിന്ന് മേടിച്ച നാടൻ ഏത്തക്ക. അപ്പൊ അതില് 3 2 5 2 7 അതില് 2 ഇന്ന് പുഴുങ്ങിയത്. ഇന്നലെ ഒരെണ്ണം ചെമ്മറം കൊണ്ടത് പുഴുങ്ങി തിന്നത് അത്രയ്ക്ക് പോരായിരുന്ന. ഇന്ന് പുഴുങ്ങിയതിന് മധുരം ഉണ്ടായിരുന്നല്ലോ. 1 കിലോ 50 രൂപ. നല്ല മുഴുപ്പുണ്ട്. അപ്പൊ അടിപ്പടല നോക്കിയതേ മൊത്തം നാടൻ തന്നെയാ. നാടൻ അതെ. അതുകൊണ്ട് പുഴുങ്ങിയിട്ട് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നാടൻ കാ പുഴുങ്ങി കഴിഞ്ഞാൽ കാലത്തെ പുഴുങ്ങി വൈകുന്നേരം ആയാലും സോഫ്റ്റ് ആയിട്ടിരിക്കും. അല്ലെങ്കിൽ മറ്റേ കായാണെങ്കിൽ ഇല്ലേ വരവുമൊന്തനൊക്കെ ആണെങ്കിലേ ഇങ്ങനെ കടുകടുന്നായി പോകും, സോഫ്റ്റ്നെസ് പോകും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ നാടൻ കായ മേടിക്കാറുള്ളൂ. പിന്നെ അപൂർവമായിട്ട് കറി വെക്കാൻ ഇത് വെക്കൂലേ, മോരൊഴിച്ച് കറി വെക്കൂലേ, ചെമ്മറം കൊണ്ട കായ കൊണ്ട മോരൊഴിച്ച് കറി വെക്കാനും അവിയലിനും പിന്നെ ഉലർത്തൂലേ, കായ ഉലർത്താൻ പച്ചക്ക മേടിക്കൂല, അതിനൊക്കെ മേടിക്കുമ്പോൾ ചില സമയത്ത് നാടൻ ഇല്ലാത്തപ്പോൾ വരവുക മേടിക്കും. അപ്പം ഞാൻ അപ്പയോട് പറഞ്ഞിട്ടുണ്ട് 1-2 പ്രാവശ്യം അത് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നാടൻ കായ ഇല്ലെങ്കിൽ കാ മേടിക്കണ്ടെങ്കിൽ പോരെ, നാടൻ വരുമ്പോൾ മാത്രം നമുക്ക് മേടിച്ചാൽ മതി. വരവുക മേടിച്ചു കഴിഞ്ഞാൽ വെറുന്ന് അതിലേക്ക് കടിക്കുമ്പോൾ എനിക്കത് ദേഷ്യം തന്നെയല്ല, ഇറിറ്റേഷൻ. നമുക്കത് കഴിക്കാൻ പറ്റില്ല. കാരണം സാധനങ്ങൾ ഉണ്ടാക്കി കറി ഉണ്ടാക്കിയിട്ട് കൊള്ളൂല്ലെങ്കിൽ പിന്നെ വെറുതെ എന്തിനാ കാശ് കൊടുത്ത് മേടിച്ചിട്ട്. അപ്പം നമ്മൾ നാടൻ മാത്രം അതുകൊണ്ട് മേടിക്കാറുള്ളൂ. ചില സമയങ്ങളിൽ വയനാടൻ കായ കിട്ടും, അതിന് കുഴപ്പമില്ല, സോഫ്റ്റ് ആണ്. പക്ഷെ എനിക്കൊരു ഇഷ്ടക്കുറവ്, എൻ്റെ കാര്യം ഞാൻ പറയണം കേട്ടോ. ഇഷ്ടക്കുറവ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകം പഴുത്ത് കഴിയുമ്പോൾ മഞ്ഞരാശിയല്ല, മഞ്ഞ പോലത്തെ അല്ല, വെളുത്ത കളറാണ്. പഴുത്ത കായ്ക്ക് അകത്ത് സാധാരണ പുഴുങ്ങുമ്പോൾ മഞ്ഞ കളർ പോലെ ഇരിക്കൂല, യെല്ലോയിഷ്. അതിന് പകരം വൈറ്റ് കലർന്ന ഒരു കളർ, ക്രീമൊക്കെ ക്രീം ഏതാണ്ട്. അത് ഒരു ദിവസം ഞാൻ അപ്പോഴേ ചോദിച്ചു ഇത് എവിടെ നിന്നായി പഴം കിട്ടിയത്. എല്ലാവരും പറഞ്ഞു ബിസ്മീന്നാന്ന് പറഞ്ഞ വയനാടൻ പഴാന്ന് പറഞ്ഞ് തന്നാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയായിട്ട് മേടിക്കേണ്ട, അപ്പയ്ക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ മേടിച്ചോണ്ട് വരെ പുഴുങ്ങി തരാം. അപ്പൊ അന്നേരം അപ്പ എന്നോട് പറയാട്ടോ, ഇപ്പൊ വലിയ നാടൻ മാത്രമേ കഴിക്കൂ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ.